നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീയും സൂര്യയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവൾ ഇല്ലാതാക്കും. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഓരോ പാഠം കഴിയുമ്പോഴും പരീക്ഷകളായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴാ നമ്മൾ പാഠം പഠിക്കുന്നത്. ഈ പരീക്ഷകളിൽ നിന്നാ ഞാൻ സൂര്യയെ സ്വതന്ത്രമാക്കുന്നത്. എന്റെ ജീവിതം കൊണ്ട് സൂര്യയെ പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. സൂര്യക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ കാരണം അവനൊരു സുഖവും നഷ്ടപ്പെടാൻ പാടില്ല. കാലും കയ്യും അനക്കാൻ വയ്യാത്ത ഞാൻ ആ കുടുംബത്തിന് ഭാരമാവുകയുള്ളൂ. എന്റെ ജീവിതം കൊണ്ട് ആർക്കും ഒരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൂജ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനമാണ് ശരി. അത് പിന്നീട് കാലം തെളിയിക്കും. കൂടെയുള്ളവരെ നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നു നീ. നിന്നെ നഷ്ടപ്പെടുമെന്ന് ഓർത്ത് പേടിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് സൂര്യ. ആ സൂര്യ നീ നഷ്ടപ്പെടുത്തുന്നത്. പൂജ, ഇത് ദൈവനിശ്ചയോ? എനിക്കിനി എഴുന്നേക്കാൻ കഴിയില്ല. ഒരു നല്ല ഭാര്യയാവാൻ കഴിയില്ല. പിന്നെ ഒരാളുടെ താലി അഴിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നതല്ലേ ദൈവത്തിന്റെ പണി. നിന്റെ അഹങ്കാരം കൊണ്ടാ ഇങ്ങനൊരു വേദി ഇവിടെ ഒരുങ്ങിയത്, അല്ലാതെ മറ്റാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ, അജുവേട്ടൻ വരുന്നു. നിനക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞു. സോറി ഭാവന, ഇങ്ങനൊരു അവസ്ഥയിൽ പറയുന്നതിൽ അല്പം ദുഃഖമുണ്ട്. ഇതിലും ഭേദം സൂര്യ അങ്ങ് കൊന്നു കളയുന്ന നല്ലത്. ഇതിപ്പോ ലക്ഷണം കണ്ടിട്ട് സൂര്യ എന്ത് തീരുമാനം എടുത്തെന്നും വരും. എടോ, അങ്കിളിനെ ഞാനിപ്പോ കണ്ട് സംസാരിച്ചു. പാവം, ഈ പ്രായത്തിലും സ്വന്തം മകന് വേണ്ടി വേദനിക്കുന്നൊരു മനുഷ്യൻ. സൂര്യയുടെ ഭാവി ഇനി എന്താവുന്ന അങ്കിളിന് ഒരു ഉറപ്പുമില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ നോക്കിയപ്പോ അതിങ്ങനെയായോ? ഈശ്വര, ഞാനിനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാം വിധിക്ക് വിട്ടു കൊടുത്തിരിക്കല്ലേ. അങ്ങനെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല അജുവേട്ടാ. ഇവളൊന്ന് വിളിച്ചാ മാത്രം മതി സൂര്യ ഇവളുടെ അരികിലേക്ക് ഓടിയെത്താൻ. എന്തായാലും സൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അവൻ ഏത് റൂട്ടിലൂടെ പോയാലും അതിന് കാരണക്കാരി ഭാവന തന്നെയായിരിക്കും. നോക്കണ്ട, ഞാൻ ഉദ്ദേശിച്ചത് മദ്യപാനമാണ്. സാധാരണഗതിയിൽ മറക്കാനാവാത്ത ഓർമ്മകൾ മറക്കാൻ വേണ്ടി പലരും തേടുന്ന വഴിയാണ് മദ്യം. ഇവിടെ ഇപ്പൊ സൂര്യക്ക് ഇതുപോലുള്ള ഓർമ്മകളെ ഇവിടെ ഓർക്കാനുള്ളൂ. ഞങ്ങളുടെ നല്ലൊരു സുഹൃത്ത് നശിക്കുന്നത് കാണാൻ വയ്യ ഭാവന. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പൂജ, ഞാൻ അപ്പുറത്തുണ്ടാവും. താൻ വന്നാ മതി. വിഷമം കൊണ്ട് അജുവേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ നീ ഇവിടെ ഇരിക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ കെട്ട് കഴിഞ്ഞാലൂടെ ഞങ്ങളങ്ങ് പോവും, കാണാനൊന്നും നിൽക്കില്ല. സേതു, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല. എന്താ ഗോവിന്ദേട്ടാ സേതു ഒന്നിരുന്ന് കരയുന്നത്? ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല രമേശ. അണ്ണ എന്തു പറ്റി? ഒന്നുമില്ല രമേശ, ഞാനിപ്പോ ഭാവനെ കണ്ടു. ഭാവം അവളുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അണ്ണൻ പെങ്ങളോട് സംസാരിച്ചു? ഒന്നുമില്ലടാ, എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. ഞാനെന്താ പോയി അവളോട് സംസാരിക്കണ്ടോ? ഇനിയിപ്പോ കരഞ്ഞിട്ടോ പരിതപിച്ചിട്ടോ കാര്യമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ.
എന്റെ അഭിപ്രായത്തിൽ ഭാവന മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. ഇതിപ്പോ മറ്റുള്ളവരുടെ പരിഹാസം കേൾക്കാനേ നേരം കാണൂ. നമ്മൾ വരണ്ടെന്ന് പറഞ്ഞാലും പെങ്ങൾ വരും ഗോവിന്ദേട്ട. അതാണ് അവര് തമ്മിലുള്ള ആത്മബന്ധം. സേതു, ആരെങ്കിലും കണ്ടാ മോശമല്ലേ? കരയാതിരിക്കേ. കരഞ്ഞതുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ലല്ലോ. അണ്ണൻ വന്ന നേരം മുതൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നടക്കുമായിരുന്നു. സഹിക്കാത്തത് കൊണ്ടാവും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്. നിങ്ങളിവിടെ ഉണ്ടായാൽ മതി, ഞാൻ പോയേക്കോ. സൂര്യ മറ്റൊരാളെ താലിയെട്ടുന്ന കാണാൻ ഞാനിവിടെ നിൽക്കുന്നില്ല. എന്തിനാണ് അണ്ണ ഇങ്ങനെ ഒളിച്ചോടുന്നത്? എന്തായാലും മുഹൂർത്ത സമയത്ത് പെങ്ങൾ അണ്ണനെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ എന്ത് പറയും? എനിക്കിപ്പോ പറയാനും ചെയ്യാനും ഒന്നുമില്ല, എനിക്കിപ്പോ പോണം. സേതു പോയാ പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ ആരും നോക്കും? അറിയാമല്ലോ, നമ്മളെ തൊഴിൽ ഒരിക്കലും ബന്ധവും സ്വന്തം കൂട്ടിക്കുഴയ്ക്കരുത്. അതെ അണ്ണ, അണ്ണൻ പോയാലും കല്യാണം നടക്കും. പിന്നെ അണ്ണൻ പോയതിനെ കുറിച്ചായിരിക്കും ഓരോരുത്തരുടെയും പരിഹാസം. ഓരോരുത്തരാരാ? സേതുവിന്റെ വല്യമ്മയും വലിയച്ഛൻ തന്നെ പരിഹസിക്കാൻ മുന്നിൽ കാണും. അണ്ണൻ സമാനപ്പെട്. അണ്ണന്റെ ഈ കണ്ണീര് ദൈവം കാണുന്നുണ്ടെങ്കിൽ പെങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജീവിതം കിട്ടും. ഹലോ, ഞാൻ ഒരു ഫംഗ്ഷൻ അയക്കാം. അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കും. എന്ത് താമസിച്ച്? സത്യം പറഞ്ഞാൽ വരണ്ടാന്ന് വിചാരിച്ച. അല്ലെങ്കിലും എനിക്ക് ഈ കല്യാണം കൂടാൻ വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ആർക്കാ താല്പര്യമുള്ളേ? ഭാവനേച്ചിയുടെ നിർബന്ധം കൊണ്ടാ ഞങ്ങൾ എല്ലാവരും വന്ന്. ഭാവനേച്ചിയോടെ? ആ, അവിടെ ഇരിപ്പുണ്ട്. പാവം. അല്പം മുൻപ് വല്ലച്ചിന് വല്ലമ്മയായിട്ട് ഒരു സംസാരം നടന്നു. എന്താ? അവരുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ സൂര്യേട്ടൻ വേറെ കല്യാണം കഴിക്കുകയല്ലേ. അതിന്റെ സന്തോഷം അവരുടെ മുഖത്ത്. ഇവിടെ ഞാൻ ഭാവനേച്ചിയെ കുറ്റം പറയും? ഭാവനേച്ചി ചെയ്യുന്നതല്ല ശരിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിലെ ഇത്ര വലിയ മഹാഭാഗ്യത്തെ വേണ്ടെന്ന് നോക്കും. അമ്മയ്ക്ക് ഇതേ അഭിപ്രായം തന്നെ. പാവം. ഇനിയുള്ള കാലം ഭാവനേച്ചി കുറിച്ചായിരിക്കും അമ്മയുടെ ചിന്ത. സ്വന്തം ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയും ഭാവനേച്ചിക്കില്ല. ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ജീവിതം കൈവിട്ട് പോവുകയും ചെയ്യും. അബി വാ, നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. വാ. അബി എപ്പോ എത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. അരുന്ധതി വന്നില്ലേ? കുഞ്ഞ് വീട്ടിലല്ലേ, കുഞ്ഞിനെ അവള് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ വെച്ച ആന്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അബി? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. അച്ഛൻ എപ്പോഴും ഭാവനേച്ചിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ഭാവനേച്ചിയുടെ പരാജയം കാണുമ്പോൾ സന്തോഷമാവും. നമ്മളെയൊക്കെ ഈ അവസ്ഥയെ കാണുമ്പോൾ ശത്രുതയുള്ളവർക്കൊക്കെ സന്തോഷമാവും. എന്നാലും ഈ സൂര്യൻ ഇത് എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മളെ കാണുന്നവർക്കെല്ലാം സഹതാപം മാത്രമാ. ആൾക്കാരുടെ ചോദ്യത്തിനൊക്കെ മറുപടി പറഞ്ഞ് തളർന്നു. ആളുകൾക്ക് എന്തൊക്കെ അറിയണം? സൂര്യയുടെ കൂടെ കുറെ ദിവസം കഴിഞ്ഞവളല്ലേ ഭാവന. അവർക്ക് വല്ല വിശേഷമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുക. നിങ്ങളൊന്നും പറയണ്ട, നമ്മളിതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ. ഭാവനേച്ചിക്ക് മാത്രം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ശരി, ഞങ്ങളെന്നാ അങ്ങോട്ട് കാണാം. വാ മക്കളെ, എപ്പോ വന്നു? ആന്റി, ഞങ്ങളുടെ വരവും പോക്കൊന്നും അല്ലല്ലോ പ്രധാനം. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നിട്ടും പാവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എതിർക്കാത്തത് എന്താണ്? ഇന്നിവിടെ നടക്കേണ്ടത് പാവനയുടെ സൂര്യയുടെ വിവാഹമല്ലേ? ഇവരുടെ ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? ആന്റി, ഭാവന ഈ അവസ്ഥയിൽ ശരിയായ തീരുമാനങ്ങളല്ല എടുത്തേന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കാത്തതില് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. പൂജ, ഇത് ഇവരുടെ തെറ്റല്ല. ഞാനാണ് ഈ തീരുമാനം എടുത്തത്. എന്റെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതെ, ഭാവനയുടെ കാര്യം തീരുമാനിക്കുന്നത് ഭാവന തന്നെയാ.
സ്വന്തം കാര്യം തീരുമാനിക്കാൻ ആർക്കും ആരുടെ ഉപദേശം വേണ്ടാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇതുവരെ ഭാവന അങ്ങനെയാണോ ചെയ്തിരുന്നത്? ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിച്ചത് ആരാ? ഭാവനയല്ലേ? ആ ഭാവന തെറ്റായ ഒരു തീരുമാനം എടുത്തപ്പോ ഇവരാരും കൂട്ടു നിൽക്കരുതായിരുന്നു.